കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിവേഗ റെയിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് എല്ലാവരും കരുതി. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഒരുപക്ഷെ ആ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷെ അത് പ്രഖ്യാപിച്ചില്ല നരേന്ദ്രമോദി. ഈ അതിവേഗ റെയിലും കെ റെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കെ റെയിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രാക്കുള്ള ഒരു സംഭവമാണ്. ആ ഇതിനും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഈ അതിവേഗ റെയിൽ അന്ന് തന്നെ ഈ കെ റെയിലുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ ശ്രീധരൻ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഈ ഒരു പ്രപ്പോസൽ അന്ന് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തതാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ വലിയ കളികളൊന്നും നടത്താൻ പറ്റില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് ശ്രദ്ധിക്കാതെ കെ റെയിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ കെ റെയിലും ഈ അതിവേഗ റെയിലും തമ്മിൽ ആനയും പേനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു 2.5 മണിക്കൂറിന്റെ ഉള്ളിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതൊരു പുതിയ യുഗപ്പിറവിയായിരിക്കും. കേരളത്തിന്റെ ഒരു വലിയ കുതിച്ചു ചാട്ടമായിരിക്കും. കേരളത്തിൽ വരുന്ന പലതരം കാര്യങ്ങളും ഒന്നുമില്ല, ഇനി വരാൻ പോകുന്നു. ഇപ്പൊ ദാ വിഴിഞ്ഞം പോർട്ട് അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് വലിയ വലിയ ഷിപ്പ് ചരക്ക് കപ്പലുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ചെറു ഷിപ്പുകൾ പോവുക എന്നല്ലാതെ വളരെ കുറച്ച് കണ്ടെയ്നറുകളെ ബൈ റോഡോ ബൈ റെയിലോ ഇത് പുറത്തേക്ക് വരുന്നുള്ളൂ. കാരണം എന്താണ്? കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ വളരെ മോശത്തിലാണ്. ഇനിയിപ്പോ ഈ ഹൈ സ്പീഡ് റെയിൽ വരുമ്പോൾ നമ്മുടെ ഈ റെയിൽ സംവിധാനം തന്നെ അങ്ങ് മാറും. നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവുമായിട്ട് ചർച്ച ചെയ്ത്, ഈ ശ്രീധരനുമായി ചർച്ച ചെയ്ത് ഇതിന്റെ കേരളത്തിന്റെ വ്യവസായം കേന്ദ്രം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രഖ്യാപനമാണ് ഇന്നലെ സത്യത്തിൽ വേണ്ടിയിരുന്നത്. അത് എന്തുകൊണ്ടോ അതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഈ ശ്രീധരന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ ശ്രീധരൻ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ഇതിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്കറിയാം ഈ ശ്രീധരന്റെ സ്പീഡ് എന്താന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ഡൽഹി മെട്രോ അല്ലെങ്കിൽ 1964 പാമ്പൻ പാലം അറിയാലോ, അറബിക്കടലിലെ തിരമാലകൾ അടിച്ച് അത് കേടുവന്ന് അത് പെട്ടെന്ന് വെറും ഞാൻ മനസ്സിലാക്കുന്നത് 46 ദിവസം കൊണ്ടാണ് അത് പുനരുദ്ധരിപ്പിച്ച് പഴയ നിലയിലാക്കിയത്. അത്ര സ്പീഡാണ് ഈ ശ്രീധരന്റെ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ അറബിക്കടലിലെ തിരമാലകൾക്കിടയിൽ കൂടെ വന്ന കൊങ്കൺ റെയിൽവേ. അത് മെട്രോമാന്റെ ശക്തമായിട്ടുള്ള ആ മനസാന്നിധ്യം കൊണ്ട് മാത്രം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു മെട്രോമാൻ നമുക്കുള്ളപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. നമ്മുടെ കൊച്ചി മെട്രോ അറിയാലോ, കൊച്ചി മെട്രോ കിടന്ന് ഇഴയണ സമയത്ത് അത് അവസാനം മെട്രോമാന്റെ കയ്യിലെത്തി. അതും മെട്രോമാന് ഇത് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൽ രണ്ടു കൂട്ടരും, അതായത് ആദ്യം ഇത് തുടങ്ങി വെച്ചത് UDF ആയിരുന്നു. പിന്നീട് തുടങ്ങി വെച്ചപ്പോൾ അതിന്റെ ഇത് കൈമാറുന്ന കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് LDF വന്നു. LDF വന്നപ്പോൾ മെട്രോമാനായിരുന്നു ഔട്ടാക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ അത് ജനങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ ഇടപെടലും മറ്റു വ്യവസായികളുടെ ഇടപെടലൊക്കെ വന്നപ്പോൾ അത് മെട്രോമാനെ തന്നെ ഏൽപ്പിക്കുകയും വേണ്ടി വന്നു. അങ്ങനെ കൊച്ചി മെട്രോന്റെ 1ാം റൗണ്ടിൽ അത് വളരെ ഭംഗിയായി മെട്രോമാൻ ചെയ്യുകയും നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ആ പദ്ധതിയുടെ 400 കോടി രൂപ ബാക്കി വന്നത് തിരിച്ചു കൊടുക്കുകയാണ് മെട്രോമാൻ ചെയ്തത്. അത്രയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ ഒരു ആർക്കിടെക്റ്റായ ഒരു വ്യവസായങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നല്ലൊരു എന്താ പറയുക മെട്രോമാനെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ എനിക്ക് ചെറിയൊരു എൻ്റെ കുശുമ്പോ എന്തോന്ന് വേണമെങ്കിൽ പറയാം.
അതായത് ഇത്രയും നല്ലൊരു മനുഷ്യനെയാണ് BJP പാലക്കാട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി കൊടുത്തത്. ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത പാലക്കാട്ടുകാർ അന്ന് അദ്ദേഹത്തിനെ തോൽപ്പിച്ച് ഏതോ കുറെ പെണ്ണുപിടിയന്മാരെ ജയിപ്പിച്ചു കൊണ്ടിരുന്നു. എന്താ ഇന്ന് പാലക്കാടിന്റെ അവസ്ഥ? ഇന്ന് പാലക്കാടിന് ശരിയായ ഒരു MLA ഇല്ല. അപ്പോ ഇത്രയും നല്ലൊരു പുരോഗമന വ്യവസായങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ഇലക്ഷന് നിന്നപ്പോ അദ്ദേഹത്തെ തോൽപ്പിച്ചു കൊടുത്തതാണ് പാലക്കാട്ടുകാരെ. ഇതൊരു എക്സാമ്പിൾ ആണ് ഫോർ കേരള. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള വൃത്തികേട് ഒന്നും മനസ്സിലാക്കാതെ, ബുദ്ധിയില്ലാതെ ഇത്തരത്തിലുള്ള ഹൈസ്പീഡ് റെയിലുകളും മറ്റു വ്യവസായങ്ങളും ഒക്കെ കേരളത്തിലേക്ക് വരേണ്ട സമയം എന്നോ കഴിഞ്ഞു. കാരണം ലോകത്തിന്റെ മുന്നില് ചന്ദ്രയാനം കടന്ന് നമ്മൾ ചന്ദ്രനിലും ഗഗനയാനം കടന്ന് നമ്മൾ ബഹിരാകാശത്തും എത്തി ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോ കേരളത്തിൽ എന്ത് മണ്ണാങ്കട്ടയുള്ളത്? ഈ പറയുന്ന റെയിലേ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അതായത് അവരെന്താ ചെയ്ത്, നിരപരാധികളായ ജനങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുപോയോ ഒരു റെയിൽ കുത്തി തറച്ച് അതിന്റെ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടുണ്ടോ സംശയ. ഈ റെയിൽ പറഞ്ഞ എന്താ സത്യത്തില് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വിഭജിച്ചുകൊണ്ട് മതിൽ കെട്ടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം തന്നെ ഒഴിവാകും. അതായിരുന്നു റെയില്. പിന്നെ റെയിൽ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞ ഈ സാധനം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊറിയയിലോ ജപ്പാനിലോ ഒരു പഴയ സിസ്റ്റം അവിടെ ഇരിക്കുന്നുണ്ട്, ഈ സ്റ്റാൻഡേർഡ് ഗേജ്. അത് അവിടുന്ന് ചെറിയ നിസാര വിലയ്ക്ക് അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൽ വലിയൊരു കൊള്ള നടത്താനായിരുന്നു പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ റെയിൽ എന്ന് പറയുന്ന സംവിധാനം വെറുതെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത കാട്ടിയിട്ട് വരുത്തുന്ന ഒരു സംഭവമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളില് ഞാൻ മനസ്സിലാക്കിയത് കൊറിയയിൽ നിന്നാണോ അത് അവർ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വിറ്റ് ചെയ്യുക, അതിൽ എന്നിട്ട് വലിയൊരു പൈസ അടിച്ചു മാറ്റുക, അതിൽ വലിയൊരു കൊള്ള നടത്തുക, എന്നിട്ട് വലിയ ഒരു സംഖ്യ ജനങ്ങളുടെ തലയിൽ ഇട്ടുകൊടുക്കുക. ഇതിന്റെ ഭരണം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ, അവർക്ക് സ്ഥലം വിടാം. അപ്പൊ ഇത്തരത്തില് ജനങ്ങളുടെ പൈസ എടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചു കൊണ്ടിരിച്ച ഈ കേരളത്തില് ഇവര് രണ്ടു കൂട്ടരും ഇതിന് കണക്കാണ്. ഇതിനു മുന്നേ ഓർമ്മ ഉണ്ടല്ലോ, ശബരിമലയില് ഇവര് രണ്ടു കൂട്ടരും കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഒരു കമ്മീഷണർ കുറെ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ചർച്ചയിൽ പറയാതെ കുറെ പറയാനുണ്ട്. അപ്പോ ഈ നാടിന് വേണ്ടിയിട്ട് ഒരു സംഭവം അവർ ചെയ്തിട്ടില്ല. ഇവിടെ യാതൊരു തരത്തിലുള്ള വ്യവസായങ്ങളില്ല, എല്ലാ വ്യവസായങ്ങളും എല്ലാം പൂട്ടി, എല്ലാ നല്ല പ്രൈവറ്റ് കമ്പനികൾ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് പോയി. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട്, അതായത് നമ്മളിപ്പോ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ UP അല്ലെങ്കിൽ തമിഴ്നാട് ഓരോ സംസ്ഥാനത്ത് വരുമ്പോൾ കേരളത്തില് ഒരു പുഷ്ടിയുള്ള മാതിരി തോന്നും. അതിന്റെ കാരണം എന്താ അറിയോ? കേരളത്തിൽ ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇവിടുത്തെ മിക്ക ആൾക്കാരും ചെറുപ്പം മുതൽ തന്നെ നാട് വിട്ടവരാണ്. ആദ്യകാലങ്ങളിൽ ബോംബെ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ അവിടേക്കൊക്കെ പോയത്. അവിടുന്ന് പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ഈ കിട്ടുന്ന കാശ് ഊറ്റി നാട്ടിലെത്തിച്ച് ഒരു അത്യാവശ്യം നല്ലൊരു വീട് കയറ്റി, ഇതാണ് ഓരോരുത്തരുടെ ലൈഫ് മാക്സിമം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കുറെ വീടുകൾ ഇവിടെ കയറി എന്നല്ലാതെ ഇവിടെയുള്ള വ്യവസായങ്ങൾ മുഴുവൻ പൂട്ടി പുതിയ തലമുറയ്ക്ക് ഇവിടെ ജോലി ചെയ്യും പറയും മറ്റുള്ളവരും ഭയങ്കര സംഭവമാണെന്ന്. ഇവിടെ പഠിക്കുന്ന പുതിയ തലമുറയ്ക്ക് ജോലി ചെയ്യാൻ ഒരു സ്ഥലവുമില്ല, അതിന് ഒരു സംവിധാനവും ഇവിടെ ഇല്ല. വയസ്സായവരുടെ മാത്രം ഒരു സ്ഥലമായിട്ട് മാറും. ഇനി UP ആണല്ലോ ഇവർ കുറ്റം പറയുന്ന ഒരു സ്ഥലമാണ് UP. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വ്യവസായ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് UPയിലെ നോയിഡ. ഈ നോയിഡയിൽ ഇല്ലാത്ത ഫാക്ടറികളില്ല, അത് മുഴുവൻ UPയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി ഹൈവേ UPയിലേക്ക് പോകണം, ഹൈവേ എന്താണെന്ന് കാണാൻ ലോകരാജ്യങ്ങൾ വരെ ഹൈവേ കാണാൻ ഇന്ന് UPയിലേക്കാണ് വരണത്.
ഇവിടെ എത്ര കാലമായി ഒരു ഹൈവേയുടെ പണി തുടങ്ങിയിട്ട്? കേന്ദ്രം പൈസ കൊടുത്തിട്ടും സ്ഥലം എടുത്തു കൊടുക്കില്ല ഇവര്. അങ്ങനെ എന്ത് പണി വന്നാലും, എന്ത് പദ്ധതി വന്നാലും, എന്ത് പ്രൊജക്ട് വന്നാലും അതൊന്നും സഹകരിക്കില്ല, അതെല്ലാം നശിപ്പിച്ചോളൂ. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരു PM ശ്രീ പദ്ധതി. ഈ PM ശ്രീ പദ്ധതി എന്താണ്? ഇവിടുത്തെ വിദ്യാലയങ്ങൾക്ക് കേന്ദ്രത്തിന്റെ വകയായിട്ട് ഓരോ വിദ്യാലയത്തിനും നേരിട്ട് കിട്ടുന്ന ഫണ്ടാണിത്. ഈ PM ശ്രീയിൽ ഒപ്പുവെച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കിയാൽ ആ വിദ്യാലയ വളരെയധികം പുരോഗമിച്ച് മുന്നോട്ട് വരും. ഇതിന് കേരളത്തിൽ തന്നെ ഒരു PM ശ്രീ ഒപ്പിട്ട വിദ്യാലയം കാണാൻ പറ്റും. കേരളക്കാർക്ക് കാണണമെങ്കിൽ അത് കേന്ദ്ര ഭരണ പ്രദേശമായ മാഹി, അതായത് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലുള്ള മാഹിയിൽ പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിം നാമധേയത്തിൽ, എന്താണ് മുഹമ്മദ് കുട്ടി എന്തോ ഒരു അങ്ങനെ ഒരു പേരാണ്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂളാണ്. ആ സ്കൂള് PM ശ്രീ ഒപ്പിട്ട സ്കൂളാണ്. ആ സ്കൂളൊന്ന് ഇവരൊക്കെ ഒന്ന് പോയി കാണട്ടെ, അപ്പൊ മനസ്സിലാവും എന്താണ് PM ശ്രീ എന്നുള്ളത്. അവിടെയുള്ള ക്ലാസ്സുകൾ AC റൂമുകളാണ്, എല്ലാം അത് കാണണം, കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ PM ശ്രീ അവര് ബ്ലോക്കാക്കി. ഇനി ഏറ്റവും വലിയ സങ്കടം, 70 വയസ്സായവർക്ക് മുഴുവൻ ഹെൽത്ത് ഇൻഷുറൻസ് കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി. കാരണം എന്താ വെച്ചെങ്കിൽ ഏത് പദ്ധതി വരുമ്പോഴും ഒരു 10% സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം അതിൽ വെക്കണം. അത് വെക്കാൻ കേരള ഗവൺമെന്റ് സമ്മതിക്കില്ല. അങ്ങനെയാണ് എല്ലാ പദ്ധതികളും ഇവിടുന്ന് തട്ടിമാറി പോകുന്നത്. എന്തായാലും ഇപ്പൊ ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ വരുമ്പോൾ ഇത് മറ്റേ കേരളയിലുമാരിയല്ല, ഇത് സാധാരണ റെയിൽവേ ഗേജ് മാതിരി തന്നെ, റെയിൽവേ ട്രാക്ക് മാതിരി തന്നെയാണ്. ഭാവിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മറ്റുള്ള ഹൈസ്പീഡ് ട്രെയിനുകളും കേരളത്തിലേക്ക് വരാനും പോകാനും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മാറാനും സാധ്യത കൂടുതലുമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണം, ഇന്ന് ബുള്ളറ്റ് ട്രെയിനുകളും വന്ദേ ഭാരതുകളും നിറച്ച് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് ആകെ ഒരു 3 വന്ദേ ഭാരത് വരെ കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ ഇവിടെ വെക്കണമെങ്കിൽ ഉള്ള റെയിൽവേ ട്രാക്കുകൾ ഒന്നും കൂടി മാറ്റി വലുതാക്കി, പാലങ്ങളൊക്കെ വലുതാക്കി എടുക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ ചെയ്തു വരുമ്പോഴാണ് കേരളത്തിന് ഈ പറയുന്ന ഹൈസ്പീഡ് റെയിൽവേ ഒരു അത് യഥാർത്ഥമായിട്ട് മാറുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.